ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഭയം. ഈ വിഷയം ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ കാരണം സ്ഥിരമായി ബൈക്ക് ഓടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതിക്കോളൂ. ആ സമയത്ത് നമ്മൾ ആ ഒരു ഇരുചക്ര വാഹനത്തിലേക്ക് കയറി സ്റ്റാർട്ടാക്കുമ്പോൾ കീ ഇടുന്ന സ്ഥലം മുതൽ വണ്ടി ഓടിക്കുന്ന ആ ഒരു പൊസിഷൻ പോലും മറന്നു പോകുന്നു. അതും ഒരു ഭയമാണ്. ചിലർക്ക് ആഴത്തിലുള്ള ഉയരം കണ്ടാൽ ഭയം, ചിലർക്ക് വെള്ളം കണ്ടാൽ ഭയം, ചിലർക്ക് മനുഷ്യരെ കണ്ടാൽ തന്നെ ഭയം. ഭയത്തിന് പ്രത്യേകം മര്യാദ തന്നെയുണ്ട്. അപ്പോൾ ഈ ഭയം എന്താണ്, ഇത് എങ്ങനെ മാറിക്കിട്ടും എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഭയം എന്നത് ഒരു പട്ടാളക്കാരനെ രക്തത്തോട് ഭയമാണെങ്കിൽ അവൻ എങ്ങനെ യുദ്ധത്തിൽ പങ്കെടുത്ത് രാജ്യത്തിന് വേണ്ടി നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യാൻ കഴിയും? അപ്പോൾ ഒരു പട്ടാളക്കാരന് രക്തം ഭയമാണെങ്കിൽ ഒരു ഉപയോഗവുമില്ല. അതുപോലെ തന്നെ ഒരു ഇറച്ചി വെട്ടുകാരന് രക്തം ഭയമാണെങ്കിൽ അവനെ ഒരിക്കലും ഇറച്ചി വെട്ടുവാൻ കഴിയുകയില്ല. അപ്പോൾ പറയും, ലോകത്ത് എല്ലാവർക്കും സൈക്കോ ആകാൻ കഴിയില്ലല്ലോ എന്ന്. ഈ സൈക്കോകൾ മാത്രമാണ് രക്തം ഭയമില്ലാതിരിക്കുന്നത് എന്നൊന്നുമല്ല. പോസിബിളായിട്ട് നടക്കുന്ന ഒരു കാര്യം പറഞ്ഞതാണ്. എല്ലാവർക്കും ഈ ചോര കണ്ടാൽ പേടിക്കുന്ന, തല ചുറ്റി വീഴുന്ന ആൾക്കാർ ധാരാളമായി തന്നെ ഉണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്മാരെ പേടിയായിട്ടുള്ള ആൾക്കാരുണ്ട്. പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയാൻ ഭയന്ന് സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതും ഒരുതരം ഭയമാണ്. നമുക്ക് ഒരാളോട് ആത്മാർത്ഥമായ ഒരു പ്രണയമുണ്ടെന്ന് കരുതിക്കോളൂ. ദൂരെ നിന്നും കാണുന്ന ആ ഒരു ഫീൽ അടുത്ത് വന്ന് അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഉണ്ടാവാറില്ല. നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന ആ ഒരു പ്രണയത്തിൻ്റെ ഫീൽ ഭയമായിരിക്കും. എങ്ങനെ അവരെ നേരിട്ട് അവരോട് സംസാരിക്കും എന്നതാണ്. അടുത്ത അവരോട് സ്നേഹത്തോട് സംസാരിക്കുവാനായി ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് എന്ത് തരം ഭയമാണെന്നോ? നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് നമ്മെ അവർ കൊല്ലാൻ വരുന്നു എന്നുള്ള ഒരു ഭയമാണ്. ഒരു കൊലയാളിയെ കണ്ട് ഭയചകിതനായ വ്യക്തി എന്ന ആയിരിക്കും നമ്മൾ അവിടെ നിൽക്കുന്നത്. സ്വാഭാവികമായും നമ്മെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ഇവൻ ഒരു മണ്ടനാണ്, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമില്ല എന്നുള്ള രീതിക്ക് ആ പെൺകുട്ടി തിരികെ പോവുകയാണ് ചെയ്യുന്നത്. ആ പെൺകുട്ടിക്ക് നമ്മോട് ഇഷ്ടമുണ്ടെങ്കിലും ആ പെൺകുട്ടി ഒരിക്കലും അത് തുറന്ന് പറയാതെ പോകും. കാരണം ഭയം നമ്മുടെ വീക്ക്നെസ് ആകരുത്. ഇമോഷണൽ ഫൂൾ ആകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യമായി കാണുന്ന വ്യക്തിയോടാണെങ്കിലും സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയോടാണെങ്കിലും സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുവാനായി ശ്രമിക്കുക. ഒരു പട്ടാളക്കാരന് രക്തം ഭയമാണെങ്കിൽ ഇന്ത്യൻ ആർമി തന്നെ നിഷ്ഫലമായി പോകും. നമ്മൾ ഓരോ കാര്യങ്ങളും കഥ എഴുതുവാനായിരിക്കുമ്പോൾ ഒരാൾക്ക് റൈറ്റേഴ്സ് ബ്ലോക്ക് വരുന്നുണ്ടെന്ന് പറയും. കാരണം അത് എത്രത്തോളം അവരെ കൊണ്ട് എഴുതാൻ കഴിയും എന്നുള്ള ഒരു ഭയത്തിൽ നിന്നും ഉണ്ടാവുന്നതാണ്. പ്രണയത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ പല രീതിക്ക് ഒരാൾക്ക് ഭയം ഉണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭയപ്പെട്ട് ജീവിക്കരുത്. മറ്റുള്ളവർക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും ഭയപ്പെടാതെ ജീവിക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ രസകരമായ കണ്ടന്റുകളുള്ള വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതുവരെ ബൈ ഫ്രം മഹാവിഷ്ണു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ. ഭയപ്പെടാതെ ജീവിക്കൂ, സന്തോഷിക്കൂ.